ദാസനും വിജയനും കാണാത്ത ദുബായിയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ വികസനത്തിൽ അവിടുത്തെ മാനവ വിഭവശേഷി കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ സക്സസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനു മുമ്പിൽ ധാരാളം നമുക്ക് എക്സാമ്പിളുകളുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടൊരു ന്യൂസാണ്, സുനിത വില്യംസ് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് അവർ എർത്തിലേക്ക് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ 9 മാസമായിട്ട് സുനിത വില്യംസ് അവിടെ സ്പേസ് സ്റ്റേഷനിൽ സ്റ്റക്കായിരുന്നു. നമ്മൾ ഈ ന്യൂസ് വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയാത്തൊരു കാര്യം, സുനിത വില്യംസിൻ്റെ കൂടെ മറ്റ് രണ്ടോ മൂന്നോ ആസ്ട്രോനോട്ട്സും കൂടി ഉണ്ട്. പക്ഷെ അവരുടെ പേരുകളൊന്നും നമുക്ക് അറിയണമെന്നില്ല. റീസൺ എന്താ വെച്ചാൽ സുനിത വില്യംസ് ഒരു ഇന്ത്യൻ ഒറിജിൻ പേരാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ മറ്റ് പല രാജ്യങ്ങളിലും, വികസിത രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ കരിയറിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ധാരാളം എക്സാമ്പിളുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ സക്സസ് വരാത്തതിൻ്റെ കാര്യം? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളെല്ലാം സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള ഒരു എംപ്ലോയീസിനൊക്കെ റിക്രൂട്ട് ചെയ്യുക, അവരെ ഇൻഡക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് ഡെവലപ്മെൻറ്റുകളൊക്കെ കൊടുക്കുക, വർഷത്തിൽ അവസാനം അവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അവരെ റീറ്റെയിൻ ചെയ്യുക. ഇതാണ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. എന്നാൽ ഇതിനപ്പുറമായിട്ട് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള മേഖലകളിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് എങ്ങനെയാണ് ആ വ്യക്തിയെ ആ ബിസിനസ്സിൻ്റെ വികസനത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് വികസിത രാജ്യങ്ങൾ കുറേ വർഷങ്ങളായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സുനിത വില്യംസിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും വിവേക് രാമസ്വാമി. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷന് കോൺടെക്സ്റ്റ് ചെയ്ത ഒരു ഇന്ത്യക്കാരനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട് സുന്ദർ പിച്ചായ്. ഇപ്പോൾ ഗൂഗിൾ കഴിഞ്ഞ 10 വർഷമായിട്ട് 2015 മുതൽ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായുള്ള ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഗൂഗിൾ പിച്ചായ് എന്ന് പറയുന്നു. അപ്പോൾ ഇവരൊക്കെ ആ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനം അല്ലെങ്കിൽ ആ രാജ്യം മാത്രമല്ല വികസിക്കുന്നത്, ഈ വ്യക്തികൾ കൂടി എക്കണോമിക്കലി വികസിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കുന്ന സുന്ദർ പിച്ചായുടെ ഒരു വർഷത്തെ സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം $2.5 മില്യൺ അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ സാലറി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സക്സസ്ഫുൾ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പല രാജ്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുൻനിരയിലാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങൾ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ അവർ കണ്ടെത്തി. അപ്പോൾ ആ കാലങ്ങളിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഏറ്റവും സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ഇലക്ട്രീഷ്യന്മാർ, പ്ലംബേഴ്സ്, ഫിറ്റേഴ്സ്, അതുപോലെ തന്നെ ധാരാളം എഞ്ചിനീയേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ആ രീതിയിലുള്ള സേവന വേതന വ്യവസ്ഥകളൊക്കെ കൊടുത്തിട്ട് ഈ മേഖലകളിലേക്ക് അവർ അട്രാക്ട് ചെയ്യുന്നു. ഇനി കുറേ നാളുകൾക്ക് ശേഷം അവർ പറയാണ് ഈ ഓയിൽ എക്കണോമിയിൽ നിന്ന് മാറി ഒരു നോൺ ഓയിൽ എക്കണോമിയിലേക്ക് ആ രാജ്യം വികസിക്കുകയാണ്. അപ്പോഴാണ് ടൂറിസം, അതുപോലെ തന്നെ ട്രേഡ്, ബാങ്കിങ്, മറ്റുള്ള ഇൻഡസ്ട്രികളൊക്കെ വന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ധാരാളം വൈറ്റ് കോളർ ജോബേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുകയാണ്, ഞങ്ങൾ ബ്ലൂ കോളർ ജോലിയുടെ പോലെയല്ല, ഞങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലിയുടെ കൂടെ വരണം. അപ്പോൾ അതിനുള്ള ഇക്കോ സിസ്റ്റം നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ രാജ്യം എന്ത് ചെയ്തു? ധാരാളമായിട്ടുള്ള ഫാമിലി അക്കോമഡേഷൻ, അവർ എമിഗ്രേഷൻ പോളിസികൾ മാറ്റുന്നു. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇവിടെ വരാം, നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ധാരാളം സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തു, ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, ഇങ്ങനെയാണ് ആ രാജ്യം ഏറ്റവും നല്ല മാനവ വിഭവ ശേഷികളെ അട്രാക്ട് ചെയ്യുകയും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഈ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ആ ഒരു സ്റ്റേജും കൂടി കഴിഞ്ഞു. ഇപ്പം നമ്മൾ UAE ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു നോളജ് എക്കണോമീനെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നോളജ് എക്കണോമിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോളജ് എക്കണോമിക്ക് ആവശ്യമുള്ള ആ രീതിയിലുള്ള തൊഴിലാളികളെയാണ് അവർ അട്രാക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ അനുസരിച്ചുള്ള ആവശ്യങ്ങൾ, കമ്പ്യൂട്ടർ കോഡേഴ്സ്, കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, ഇങ്ങനെയുള്ള ആളുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവർ ഈ രാജ്യത്തേക്ക് അട്രാക്ട് ചെയ്യുകയാണ്. 3 രീതിയിലാണ് അവർ അട്രാക്ട് ചെയ്യുന്നത്. ഒന്ന്, ഇവിടെ നല്ല ശരിക്കും പറഞ്ഞാൽ ജോലികൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആസ് എൻ എംപ്ലോയി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആ ജോലികൾ കണ്ടെത്തിയിട്ട് നിങ്ങൾക്കൊരു എംപ്ലോയി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാം, നിങ്ങൾക്കൊരു പ്രോസ്പെക്ട്സ് ഒക്കെ ഉണ്ടാകുന്നു. 2, അവർ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്കൊരു എൻ്റർപ്രീനർഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയിഡ് ആകാം ആ മേഖലകളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ മൂലധനങ്ങളൊക്കെ വെച്ചിട്ട് യു ക്യാൻ ബി ഓൺ ഓൺടർപ്രീനർ. ഇതാണ് ഒരു സെക്കൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചാനലാണ് നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം പറയുന്നു, നിങ്ങളിപ്പോൾ ഒരു ഇന്ത്യക്കാരനാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, റിമോട്ടായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നു, പക്ഷേ നിങ്ങളൊരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, റിമോട്ടായിട്ട് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് UAE വന്ന് താമസിക്കാം. ഇതിന് നമ്മൾ പറയുന്നൊരു പേരാണ് ഡിജിറ്റൽ നൊമാഡ് വിസ എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ധാരാളം ശരിക്കും പറഞ്ഞാൽ IT എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ IT കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ റിമോട്ട് സ്റ്റേഷനിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അവരൊക്കെ പോയി നിൽക്കുന്നത് ധാരാളം പേര് ഇപ്പോൾ വിയറ്റ്നാമിൽ മാസങ്ങളോളം താമസിച്ച് അവിടെ വർക്ക് ചെയ്യുന്നു, കംബോഡിയയിൽ താമസിച്ച് വർക്ക് ചെയ്യുന്നു, തായ്ലൻഡിൽ താമസിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണ്? റിമോട്ട് സ്റ്റേഷനാണ്,
ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്, നല്ല ഫുഡുണ്ട്, ക്ലൈമറ്റ് ഭയങ്കര രസമാണ്, അതുപോലെ തന്നെ ക്ലീൻ എയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ജീവിക്കാൻ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ജീവിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് റിമോട്ടായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്വന്തം രാജ്യങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഓരോ രാജ്യക്കാർ കൊടുക്കുന്ന ഒരു വിസേനയാണ് നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ നൊമാഡ് വിസ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ ഏകദേശം 66 രാജ്യങ്ങൾ ഇതുപോലുള്ള ഡിജിറ്റൽ നൊമാഡ് വിസകൾ കൊടുക്കുന്നുണ്ട്. UAE അതിൻ്റെ ഫ്രണ്ട് റണ്ണറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു $5000 ഒരു വരുമാനം നിങ്ങൾക്ക് കാണിക്കാന്നുണ്ടെങ്കിൽ ഏത് നാഷണൽസ് ആണെങ്കിലും നിങ്ങൾക്ക് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ UAEയിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ കൊണ്ട് ഇവിടെ ഒന്ന് താമസിക്കുകയും ചെയ്യാം. കേട്ടോ, ഈ രീതിയിൽ ബെസ്റ്റ് ടാലൻറ്റുകളെ എങ്ങനെയാണ് ഈ രാജ്യത്തിലേക്ക് അട്രാക്ട് ചെയ്യുക, അതിലൂടെ രാജ്യത്തിൻ്റെ വികസനം, നമ്മുടെ ബിസിനസ്സിൻ്റെ വികസനവും നടക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഈ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള എന്ത് ഇക്കോസിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അതിലൂടെ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ 4ാമത്തെ ദാസനും വിജയനും കാണാത്ത ദുബായിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. താങ്ക് യു.